Welcome back to Crack with Jack Malayalam channel. This is Deepthi, your reasoning trainer. നമുക്ക് ഇന്നലത്തെ പോലെ തന്നെ ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു മോട്ടിവേഷണൽ കോട്സിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലന്റ് വെൻ ടാലന്റ് ഡസൻറ്റ് വർക്ക് ഹാർഡർ. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ടാലൻസ് ആയിരിക്കും. നമ്മൾ കണ്ടിട്ടുണ്ട് ചില കുട്ടികൾ ജസ്റ്റ് ഒന്നോ രണ്ടോ അറ്റംപ്റ്റിൽ തന്നെ ബാങ്ക് എക്സാം ക്രാക്ക് ചെയ്യുന്നവർ അല്ലേ. അതേപോലെ തന്നെ പക്ഷെ നമ്മൾ ചില കുട്ടികളെ കണ്ടിട്ടുണ്ട് 2 or 3 or 4 years എടുക്കും അവർക്ക് ബാങ്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും എന്നെക്കൊണ്ട് ബാങ്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമോ, നമുക്ക് എന്ത് ചെയ്യും, ഒരു കോൺഫിഡൻസ് കുറയും. ബിക്കോസ് ചില കുട്ടികൾ ജസ്റ്റ് 1 or 2 അറ്റംപ്റ്റ്സിൽ തന്നെ ക്രാക്ക് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഒരു എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ എക്സ്ട്രാ ബ്രില്യൻ സ്റ്റുഡൻസ് അല്ല, നമ്മൾ ബിലോ ആവറേജ് ആണ് അല്ലെങ്കിൽ ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, അപ്പോൾ നമ്മളെക്കൊണ്ട് ഇത് പറ്റുമോ എന്ന് നമുക്ക് ഡൗട്ട് ചെയ്യും, സെൽഫ് ഡൗട്ട് അല്ലേ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഹാർഡ് വർക്ക് ബീറ്റ്സ് ടാലൻറ്റ്. ഹാർഡ് വർക്കിൻ്റെ മുമ്പിൽ ടാലൻറ്റ് ഒന്നുമല്ല, മനസ്സിലായോ? അതായത് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാലൻറ്റിനെ പോലും മറികടക്കാൻ പറ്റും. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ ടോപ്പിക്, കോഡിംഗ് ഡീകോഡിംഗ്. ഇന്നലെ നമ്മൾ കോഡിംഗ് ഡീകോഡിങ്ങിൽ ടൈപ്പ് 1 ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ടൈപ്പ് 1 ക്വസ്റ്റ്യൻ ആണ്, ഞാൻ പറഞ്ഞിരുന്നു 90% പ്രിലിംസ് എക്സാമിന് വരുന്ന മോഡലാണ് ടൈപ്പ് 1 ക്വസ്റ്റ്യൻ. പക്ഷേ ഇന്ന് നമ്മൾക്ക് നോക്കുന്നത് ടൈപ്പ് 2 ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് 2 ക്വസ്റ്റ്യൻ നമ്മൾ കൂടുതൽ പ്രിലിംസിന് കാണുന്നില്ല, പക്ഷേ ഈ ടൈപ്പ് 2 ക്വസ്റ്റ്യൻ്റെ ഹൈ ലെവലാണ് നമ്മൾക്ക് മെയിൻസിന് കാണുന്നത്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ 2020 SBI ക്ലർക്കിന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ടൈപ്പ് 2 ക്വസ്റ്റ്യൻ്റെ കുറച്ചുകൂടി ഒരു ഹൈ ലെവൽ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഇതും പഠിക്കണം. ടൈപ്പ് 2 ക്വസ്റ്റ്യൻ ഓൾസോ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അപ്പം പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല, അൺപ്രഡിക്റ്റബിൾ ആണ്. ടൈപ്പ് 1 ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് എപ്പോഴും ബാങ്ക് എക്സാമിൻ്റെ പാറ്റേൺ ഇങ്ങനെ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പം പ്രിലിംസിനും ടൈപ്പ് 2 ക്വസ്റ്റ്യൻസ് വരാം. പണ്ടൊക്കെ ടൈപ്പ് 2 ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ട്. ഓക്കെ, ടൈപ്പ് 2 ക്വസ്റ്റ്യൻ പഠിക്കുന്നതിന് മുമ്പ് ചില കുട്ടികൾക്കെങ്കിലും കോൺസണൻസ് എന്താണ്, വവൽസ് എന്താണ് എന്നൊക്കെ കൺഫ്യൂഷൻ ഉള്ളവരുണ്ടാകാം. എല്ലാവർക്കും അറിയാം, പക്ഷെ എന്നാലും ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ ഇത് നമുക്ക് പറഞ്ഞിട്ട് പോവാം. സോ നമ്മൾക്ക് ഇംഗ്ലീഷിൽ നമ്മൾക്ക് എത്ര ആൽഫബറ്റ്സ് ഉണ്ട്? വി ഹാവ് 26 ആൽഫബറ്റ്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇതിൽ എത്ര വവൽസ് ആണ് നമുക്കുള്ളത്? 5 വവൽസ്. ഏതൊക്കെയാണ് വവൽസ്? എ, ഇ, I'm sorry, okay, A, E, I, O, U. A, E, I, O, U are the 5 vowels. പിന്നെ ഏതാണ് കോൺസണൻസ്? ഈ വവൽസ് അല്ലാത്ത ബാക്കി എല്ലാ ആൽഫബറ്റ്സും എന്താണ്? കോൺസണൻസ് ആണ്. ഫോർ എക്സാമ്പിൾ B, C, D, F, ബിക്കോസ് ഈ വവലാണ്. അപ്പോൾ ഇതാണ് കോൺസണൻസ് ആൻഡ് വവൽസ്. അപ്പോൾ ഇതിൽ ചെറിയ എന്തെങ്കിലും ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് കോൺസണൻസ് ആൻഡ് വവൽസ് പറഞ്ഞിട്ട് പോയത്. സോ ഇതാണ് ടൈപ്പ് 2 ക്വസ്റ്റ്യൻ്റെ ഒരു മോഡൽ. അതായത് ഒരു ടേബിൾ തന്നിട്ടുണ്ടാവും. ഓക്കെ, ആ ടേബിളിൽ ഫസ്റ്റ് റോൾ എന്താണ്? ലെറ്റേഴ്സ് ആണ്. CMVTUX എക്സെട്ര. ഓക്കെ, ഫസ്റ്റ് റോള് ലെറ്റേഴ്സ് ആണ്. സെക്കൻഡ് റോള് സിംബൽസ് ബാർ നമ്പേഴ്സ് ആണ്. എനിക്ക് ആ നമ്പേഴ്സ് എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സിംബൽസ് മാത്രം എഴുതിയത്. അപ്പോൾ %, 5, 9, 2, 8, $, അങ്ങനെ തുടങ്ങുന്ന സിംബൽസും നമ്പേഴ്സും ആണ്. അപ്പോൾ ഓരോ ലെറ്റേഴ്സിൻ്റെയും എന്താണ് കോഡാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ സിയുടെ കോഡാണ് %, എമ്മിൻ്റെ കോഡാണ് 5, വിയുടെ കോഡാണ് 9. ഗോട്ട് ഇറ്റ്? അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടൈപ്പ് 2 ക്വസ്റ്റ്യൻ വരിക. ഇങ്ങനെ ഒരു ടേബിൾ തന്നിട്ടുണ്ടാവും, അതിൽ ലെറ്റേഴ്സ് ഉണ്ടാവും, സിംബൽസ് ഉണ്ടാവും. എന്നിട്ട് എന്താ ഉണ്ടാവുക? കുറേ കണ്ടീഷൻസ് ആണ്. ഓക്കെ, കുറേ കണ്ടീഷൻസ്. ഫസ്റ്റ് കണ്ടീഷൻ, സെക്കൻഡ് കണ്ടീഷൻ, തേർഡ് കണ്ടീഷൻ. അതായത് ഇഫ് ഇങ്ങനെയാണെങ്കിൽ ദെൻ നമ്മൾ അങ്ങനെ ചെയ്യണം. അതായത് ഇഫ് ദ ഫസ്റ്റ് ലെറ്റർ ഈസ് എ കോൺസണന്റ് ആൻഡ് ദ ലാസ്റ്റ് ലെറ്റർ ഈസ് എ വവൽ, ദ കോഡ്സ് ആർ ടു ബി ഇന്റർചേഞ്ച്ഡ്. ഇങ്ങനെ ഒരുപാട് 3 കണ്ടീഷൻസ് തന്നിട്ടുണ്ടാവും. ഓക്കെ, 3 or 4 കണ്ടീഷൻസ് തരും. അപ്പം ഇതിലെ ക്വസ്റ്റ്യൻ ഏതാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. FETMBU. ഇതിൻ്റെ കോഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ FETMBUവിൻ്റെ കോഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ എന്താ ചെയ്യുക?
ഇതൊന്നും വായിക്കാതെ എഫിൻ്റെ കോഡ് ദാ ഈ സിമ്പിൾ, ഇയുടെ കോഡ് 7, ടിയുടെ കോഡ് 2, എമ്മിൻ്റെ കോഡ് 5, ബിയുടെ കോഡ് സ്റ്റാർ, യുവിൻ്റെ കോഡ് 8. ഇങ്ങനെ എഴുതിയാൽ ദാറ്റ് ഈസ് റോങ്. ഓക്കെ, ബിക്കോസ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ കുറച്ച് ലെറ്റേഴ്സ് തരും. ഓക്കെ, FETMBU പറഞ്ഞിട്ട് കുറച്ച് ലെറ്റേഴ്സ് ഇങ്ങനെ തരും. എന്നിട്ട് അതിൻ്റെ കോഡാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബിക്കോസ് ഇവിടെ കുറച്ച് കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. നമ്മൾ ഈ കണ്ടീഷൻസ് ഈ ക്വസ്റ്റ്യനിൽ ഇതിൽ ഏത് കണ്ടീഷൻ ആണോ ഫോളോ ചെയ്യുന്നത്, ലിസൺ, ഇതിൽ ഏത് കണ്ടീഷൻ ആണോ ഫോളോ ചെയ്യുന്നത് ആ കണ്ടീഷനിൽ എന്താണോ പറയുന്നത് അതാണ് നമ്മൾ കോഡായിട്ട് എഴുതേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ FETMBU ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതിൽ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ വായിക്കാം. ഇഫ് ദ ഫസ്റ്റ് ലെറ്റർ ഈസ് എ കോൺസണന്റ് ആൻഡ് ദ ലാസ്റ്റ് ലെറ്റർ ഈസ് എ വവൽ. അപ്പം അങ്ങനെയാണോ എന്ന് നമ്മൾ ആ ക്വസ്റ്റ്യനിൽ നോക്കണം. അപ്പം ഈ ക്വസ്റ്റ്യനിൽ ഈ കണ്ടീഷനിൽ പറയുന്ന കാര്യങ്ങളാണോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത്. ഫസ്റ്റ് ലെറ്റർ ഈസ് എ കോൺസണന്റ്, എഫ് ആണ് ഫസ്റ്റ് ലെറ്റർ. യെസ്, ഫസ്റ്റ് ലെറ്റർ ഈസ് എ കോൺസണന്റ് ആൻഡ് ദ ലാസ്റ്റ് ലെറ്റർ ഈസ് എ വവൽ, യു. ഇപ്പം ലാസ്റ്റ് ലെറ്റർ ഏതാണ് ഇതിൽ? യു ആണ്. ഫസ്റ്റ് ലെറ്റർ ഏതാണ്? എഫ് ആണ്. സോ ഇഫ് ദ ഫസ്റ്റ് ലെറ്റർ കോൺസണന്റ് ആണ്, ലാസ്റ്റ് ലെറ്റർ വവൽ ആണ്. സോ ദാറ്റ് കണ്ടീഷൻ 1 സാറ്റിസ്ഫൈസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇഫ് ദാറ്റ് ഫസ്റ്റ് ലെറ്റർ ഇസ് എ കോൺസണന്റ് ആൻഡ് ദ ലാസ്റ്റ് ലെറ്റർ ഇസ് എ വവൽ, ദെൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് വി ഡു? ദ കോഡ്സ് ആർ ടു ബി ഇന്റർചേഞ്ച്ഡ്. അവരുടെ കോഡ്സ് ദയോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെറ്ററിൻ്റെയും ലാസ്റ്റ് ലെറ്ററിൻ്റെയും, ഓക്കെ, ഫസ്റ്റ് ലെറ്ററിൻ്റെയും ലാസ്റ്റ് ലെറ്ററിൻ്റെയും കോഡ്സ് ആർ ടു ബി ഇന്റർചേഞ്ച്ഡ്. അതായത് എഫിൻ്റെ കോഡ് ഇങ്ങനെ എഫിൻ്റെയും യുവിൻ്റെയും കോഡ് എന്ത് ചെയ്യണം? അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യണം. അത് എഫിന് യുവിൻ്റെ കോഡും യുവിന് എഫിൻ്റെ കോഡുമാണ് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. FETMBU FETMBU. സോ എഫിൻ്റെ കോഡ് എന്താണ്? നമ്മൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് ലെറ്റർ ആൻഡ് ദ ലാസ്റ്റ് ലെറ്റർ. ഫസ്റ്റ് ലെറ്റർ ഇതാണ്, എഫ് ആണ്. ലാസ്റ്റ് ലെറ്റർ ഏതാണ്? യു ആണ്, അല്ലേ? സോ ഫസ്റ്റ് ലെറ്റർ ഇസ് എ കോൺസണന്റ് ആൻഡ് ദ ലാസ്റ്റ് ലെറ്റർ ഇസ് എ വവൽ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ആ ഫസ്റ്റ് കണ്ടീഷൻ ആണെന്ന്, അല്ലേ? ഈ കണ്ടീഷൻ ആണെന്ന് നമുക്ക് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ദ കോഡ്സ് ആർ ടു ബി ഇന്റർചേഞ്ച്ഡ്. ഇവരുടെ കോഡ്സ്, എഫിൻ്റെയും യുവിൻ്റെയും കോഡ്സ് എന്ത് ചെയ്യണം? ഇന്റർചേഞ്ച് ചെയ്യണം. ഗോട്ട് ഇറ്റ്? അപ്പോൾ എഫിന് ഏത് കോഡാണ് കൊടുക്കേണ്ടത്? എഫിൻ്റെ സ്ഥാനത്ത്. അത് ഈ ഓപ്ഷൻസിൽ ഇനി നമ്മൾ ഫുള്ള് ഓപ്ഷൻസ്, ഇതാണ് ഒരു ട്രിക്ക് എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ ഫുള്ള് എല്ലാത്തിൻ്റെയും കോഡ് എഴുതി പോകേണ്ട കാര്യമില്ല. നമുക്കിനി എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ഓക്കെ, ഓപ്ഷൻസിൽ പോയിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പോയിട്ട് ബാങ്ക് എക്സാമിന് അത്രയും സ്പീഡിലല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ പോയിട്ട് ഓപ്ഷൻസിൽ പോയിട്ട് എഫിന് ഏത് കോഡാണ് കൊടുക്കേണ്ടത്? യുവിൻ്റെ കോഡാണ്. ബിക്കോസ് ദ കോഡ്സ് ആർ ടു ബി ഇന്റർചേഞ്ച്ഡ്. എഫിന് യുവിൻ്റെ കോഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ യുവിൻ്റെ കോഡ് ഏതാണ്? ഹിയർ 8. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ എഫിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്ത് വേണം? 8 എന്ന് വേണം, അല്ലേ? സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ 8 വരുന്നതാ ഇവിടെ മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ നമ്പർ ഡി. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. പക്ഷെ നമുക്ക് ഓപ്ഷൻ നമ്പർ ഡി ആണ് എന്നുള്ളത് നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് നൺ ഓഫ് ദിസ് ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷൻ നമ്പർ ഡി ആണെന്ന് കൺഫേം ചെയ്ത് പറയാം. പക്ഷേ ഇവിടെ നൺ ഓഫ് ദിസ് ഉള്ളതുകൊണ്ട് ചിലപ്പം 8 മാത്രം കറക്റ്റ് ആവാം, ബാക്കിയെല്ലാം എന്തായിരിക്കാം? റോങ് കോഡ്സ് ആവാം. ഇത് ആവാതിരിക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നൺ ഓഫ് ദിസ് ആണോ എന്നും കൂടി ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ യുവിൻ്റെ കോഡ് ഏതാണ്? എഫിൻ്റെ കോഡാണ് കൊടുക്കേണ്ടത്, അല്ലേ? കോഡ്സ് ഇന്റർചേഞ്ചിങ് ആണല്ലോ. അപ്പോൾ യുവിന് എഫിൻ്റെ കോഡ് ഏതാണ്? ഈ സിമ്പിൾ. ഓക്കെ, അപ്പോൾ യുവിന് ഈ സിമ്പിൾ കൊടുക്കുക. അപ്പോൾ നോക്കുക, 8 വന്നു. ലാസ്റ്റ് യുവിൻ്റെ സ്ഥാനത്ത് ആ സി പോലത്തെ ആ ഒരു സിമ്പിളും വന്നു, അല്ലേ?
ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് കണ്ടീഷൻസിൽ പറയുന്നില്ല. അപ്പോൾ കണ്ടീഷൻസിൽ പറയാത്ത കാര്യങ്ങൾ നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ ടേബിൾസിൽ പോയിട്ട്. അതായത് ETMBയുടെ കാര്യം എന്ത് ചെയ്യുന്നില്ല, കണ്ടീഷൻസിൽ പറയുന്നില്ല. അപ്പോൾ കണ്ടീഷൻസിൽ പറയാത്ത കാര്യങ്ങൾ, ലിസൺ, കണ്ടീഷൻസിൽ പറയാത്ത കാര്യങ്ങൾ നേരെ പോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ ഇയുടെ കോഡ് എന്താണ്? 7. ഇയുടെ കോഡ് 7. അപ്പോൾ ഇവിടെ 8 കഴിഞ്ഞാൽ ഇയുടെ സ്ഥാനത്ത് എന്ത് വേണം? 7 വേണം. നെക്സ്റ്റ് വൺ ടിയുടെ കോഡ് എന്താണ്? 2. 8 7 2. ദെൻ എമ്മിൻ്റെ കോഡ് എന്താണ്? 5. എമ്മിൻ്റെ കോഡ് 5. നെക്സ്റ്റ് ബിയുടെ കോഡ് എന്താണ്? സ്റ്റാർ. ഇവിടെ ബിയുടെ കോഡ് സ്റ്റാർ. ഓക്കെ, അപ്പോൾ നോക്ക് 8 7 2 5 സ്റ്റാർ, പിന്നെ ഈ സിമ്പിളും. സോ ദ ഓപ്ഷൻ ഡി ഇസ് ദ ആൻസർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ എല്ലാം സൈഡിൽ പോയിട്ട് എഴുതേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ FETMBU എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ കാണുമ്പം ഇതിൽ ഏത് കണ്ടീഷനാണ് ആ ക്വസ്റ്റ്യൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയപ്പം നമ്മൾ ഫസ്റ്റ് മുതൽ വായിച്ചു നോക്കുക. ജസ്റ്റ് ആ കണ്ടീഷൻ മാത്രം, ഇഫ് കണ്ടീഷൻ മാത്രം വായിക്കുക. ഇഫ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ വായിക്കാൻ നിൽക്കണ്ട. ഫസ്റ്റ് ഇഫ് കണ്ടീഷൻ മാത്രം വായിക്കുക. ഇഫ് ദ ഫസ്റ്റ് ലെറ്റർ ഇസ് എ കോൺസണന്റ് ആൻഡ് ദ ലാസ്റ്റ് ലെറ്റർ ഇസ് എ വവൽ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുക, ഈ ഫസ്റ്റ് ലെറ്റർ കോൺസണന്റ് ആണ്, ലാസ്റ്റ് ലെറ്റർ ഇസ് എ വവൽ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ എന്താ ചെയ്യേണ്ടത് നോക്കുക. ദേ കോഡ്സ് ആർ ടു ബി ഇന്റർചേഞ്ച്ഡ്. അപ്പോൾ അപ്പോൾ നമ്മൾ വേഗം ഓപ്ഷൻസിലേക്കാണ് നോക്കേണ്ടത്. ഓപ്ഷൻസിൽ എഫിൻ്റെ സ്ഥാനത്ത് യുവിൻ്റെ കോഡ് ഉണ്ടോ നോക്കുക. എഫിൻ്റെ സ്ഥാനത്ത് യുവിൻ്റെ കോഡ് ഏതാണ്? 8. അപ്പോൾ എഫിൻ്റെ സ്ഥാനത്ത്, അതായത് ഫസ്റ്റ് അല്ലേ, എഫിൻ്റെ പ്ലേസ് തന്നെ ഫസ്റ്റ് അല്ലേ, അപ്പോൾ അവിടെ 8 ഉണ്ടോ? 8 ഉണ്ട്. യുവിൻ്റെ സ്ഥാനത്ത് ഏതാണ്? എഫിൻ്റെ കോഡാണ്. എഫിൻ്റെ ആ സിമ്പിൾ ഉണ്ടോ? ഉണ്ട്. ഇനി ബാക്കിയുള്ളത് എന്ത് ചെയ്യണം? പറയാത്ത കാര്യങ്ങൾ നമ്മൾ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആ ടേബിൾ നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ വേഗം ഇയുടെ കോഡ് നമ്മൾ എഴുതൊന്നും വേണ്ട, ജസ്റ്റ് ചെക്ക് ചെയ്യുക വിത്തൗട്ട് യൂസിങ് പെൻ ആൻഡ് പേപ്പർ. ഓക്കെ, ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുക. 7 ആണോ നോക്കുക, ടിയുടെ എന്താണ്? 2 ആണോ നോക്കുക, എമ്മിൻ്റെ 5. ഓക്കെ, ബിയുടെ ഏതാണ് നോക്കുക, നമ്മൾ ടേബിളിൽ സ്റ്റാർ ആണ്. സോ ഡി ഈസ് ദ ആൻസർ. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യണം? എക്സാമിന് ചെയ്യണമെങ്കിൽ. ഓക്കെ, ഞാനിവിടെ കുറച്ച് സ്ലോ ആയിട്ട് ബിഗിനേഴ്സ് എന്നും കൂടി കൺസിഡർ ചെയ്തിട്ട് ഞാൻ കുറച്ച് സ്ലോ ആയിട്ട് എടുക്കുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയൊന്നും എഴുതാതെ, ഇങ്ങനെയൊന്നും നമ്മൾ എഴുതാൻ പാടില്ല. ഓക്കെ, ഇങ്ങനെയൊന്നും എഴുതുന്ന എന്താ ബാങ്ക് എക്സാം നമുക്ക് ഇങ്ങനെ എഴുതാനൊന്നും ടൈം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്ക്രീൻ നോക്കി തന്നെ പെട്ടെന്ന് ആൻസർ ചെയ്യണം. Okay, now let's move on to next question. സെയിം ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ടൈപ്പ് 1 പറയുന്ന പോലെ തന്നെ ഒരു ഒറ്റ ടേബിൾ, അതിൽ സബ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 5 to 6 അല്ലെങ്കിൽ 3 to 5 സബ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതെല്ലാം സെയിം ആണ്, ടേബിൾ സെയിം ആണ്, കണ്ടീഷൻസ് സെയിം ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. WZMISB. ഇതിൽ നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോയെന്ന് നമുക്ക് നോക്കാം. If the first letter is a consonant, yeah, the first letter is a consonant. W is a consonant. And the last letter is a vowel. Is B a vowel? No. അല്ലേ, B vowel ആണോ? അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ കണ്ടീഷൻ 1 സാറ്റിസ്ഫൈ ചെയ്യില്ല. പിന്നെ നമ്മൾ ഇതേ കോഡ്സ് എന്ന് പറഞ്ഞിട്ട് അതൊന്നും വായിക്കാൻ നിൽക്കണ്ട. നെക്സ്റ്റ് വേഗം പോയിട്ട് സെക്കൻഡ് കണ്ടീഷൻ വായിക്കുക. If the second as well as fourth letter is a consonant. അപ്പോൾ അത് നമുക്ക് നോക്കാം. സെക്കൻഡ് എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്? സെഡ് ആണ് അല്ലേ. സെക്കൻഡ് ആസ് വെൽ ആസ് ഫോർത്ത് ലെറ്റർ, സെക്കൻഡ് ലെറ്റർ കോൺസണന്റ് ആണ്. സെക്കൻഡും ഫോർത്തും കോൺസണന്റ് ആണെങ്കിൽ അതാണ് കണ്ടീഷൻ. അപ്പോൾ സെക്കൻഡ് കോൺസണന്റ് ആണ് 3 4 1 2 3 4. ഫോർത്ത് ലെറ്റർ എന്താണ്? ഐ കോൺസണന്റ് ആണോ? അല്ല, ഐ ഈസ് എ വവൽ. അപ്പോൾ സെക്കൻഡ് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? തേർഡ് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. If both the first and the last letters are vowels, both രണ്ടും അല്ലേ, ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും എന്താണ്? വവൽസ് ആണെങ്കിൽ, AEIOU ആണെങ്കിൽ ആണോ? ഫസ്റ്റ് ലെറ്റർ എന്താണ്? W is a consonant. B, the last letter is also a consonant. So condition 3 also doesn't follow. അപ്പോൾ ഇങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് ഈ പറയുന്ന 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കേസസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഒന്നെങ്കിൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ നേരെ പോയിട്ട് എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ നേരെ പോയിട്ട് ഇങ്ങനെ ഈ ടേബിളിൽ കൊടുത്തിട്ടുള്ള ഈ കോഡ്സ് പോയിട്ട് നേരെ പോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
ഓക്കെ, ഇനിയിപ്പം കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിട്ട്, അതായത് ഫസ്റ്റിൻ്റെയും ലാസ്റ്റത്തെയും ലെറ്റേഴ്സിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഈ നടുവിലത്തെ കാര്യങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല, നടുവിലത്തെ കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്നോ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, നേരെ പോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, സോ വാട്ട് എന്തായിരിക്കും ആൻസർ? WZMISB. ഡബ്ല്യൂയുടെ കോഡ് എന്താണ്? 1. അപ്പോൾ നമ്മൾ നോക്കുക, അതാ ഇവിടെ 1 ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ, ഡബ്ല്യൂയുടെ സ്ഥാനത്ത്. ഇതാ ഈ ഓപ്ഷനിലും സ്റ്റാർട്ടിങ്ങിൽ 1 ഉണ്ട്, ഇവിടെയും ഉണ്ട് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഈ 3 എണ്ണവും പിന്നെ നൺ ഓഫ് ദിസും ആണ് ചാൻസ് ഉള്ളത്. പിന്നെ സെഡിൻ്റെ കോഡ് എന്താണ്? 6. ദ 1 6. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാം. ദിസ് ഇസ് 1 5 ആണ്, ഇതും 1 5 ആണ്. അപ്പോൾ ഒന്നെങ്കിൽ ബി ആയിരിക്കും, അല്ലെങ്കിൽ നൺ ഓഫ് ദിസ് ആയിരിക്കും ആൻസർ. ഇനി എം, WZ കഴിഞ്ഞു, ഇനി എമ്മിൻ്റെ കോഡ് എന്താണ്? 5. യെസ്, 1 6 5. എഗെയിൻ ബി തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ്? ഐൻ്റെ കോഡ് എന്താണ്? ഹാഷ് ആണ്. ദാ എഗെയിൻ 1 6 5 ഹാഷ്. എസ്, നെക്സ്റ്റ് ലെറ്റർ എസ്. എസിൻ്റെ കോഡ് എന്താണ്? 3. യെസ്, 1 6 5 ഹാഷ് 3 അല്ലേ. പിന്നെ നെക്സ്റ്റ് വൺ ബി, എസ് കഴിഞ്ഞ ബി ആണ്. അപ്പോൾ ബിയുടെ കോഡ് എന്താണ്? സ്റ്റാർ ആണ്. സോ 1 6 5 ഹാഷ് 3 സ്റ്റാർ. സോ വി ഗോട്ട് ദ ആൻസർ ഓപ്ഷൻ ബി. സോ നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാം സെയിം തന്നെ, കണ്ടീഷൻസും ടേബിളും എല്ലാം സെയിം തന്നെ. ഇതൊക്കെ സബ് ക്വസ്റ്റ്യൻസ് ആണ്. WRCT BV. WRCT BV. നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ നോക്കാം. ഇഫ് ദ ഫസ്റ്റ് ലെറ്റർ ഇസ് എ കോൺസണന്റ് ആൻഡ് ദ ലാസ്റ്റ് ലെറ്റർ ഇസ് എ വവൽ. ഫസ്റ്റ് ലെറ്റർ കോൺസണന്റ് ആണോ? യെസ്. ലാസ്റ്റ് ലെറ്റർ വവൽ ആണോ? ദിസ് വി വവൽ ആണോ? അല്ല. സോ കണ്ടീഷൻ 1 ഡസ് നോട്ട് സാറ്റിസ്ഫൈ. ഇഫ് ദ സെക്കൻഡ് ആസ് വെൽ as fourth letter is a consonant. സെക്കൻഡ് ലെറ്ററും ഫോർത്ത് ലെറ്ററും എന്തായിരിക്കണം? കോൺസണന്റ് ആയിരിക്കണം. സെക്കൻഡ് ലെറ്റർ ആർ, പിന്നെ 3 4. ഫോർത്ത് ലെറ്റർ എത്രയാണ്? ടി. 1 2 3 4. ടി അല്ലേ ഫോർത്ത് ലെറ്റർ. അപ്പോൾ സെക്കൻഡ് ലെറ്ററും ഫോർത്ത് ലെറ്ററും എന്താണ്? കോൺസണന്റ് ആണ്. സോ ദിസ് കണ്ടീഷൻ സാറ്റിസ്ഫൈ. സെക്കൻഡ് ആസ് വെൽ as ഫോർത്ത് ലെറ്റർ ഈസ് എ കോൺസണന്റ്. പിന്നെ നമ്മൾ നോക്കുക എന്താണ് ചെയ്യേണ്ടതെന്ന്. Each one is to be coded as the code of the letter M. The code of the letter M. Okay. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഈച്ച് വൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈച്ച് വൺ. ഈ വേർഡ്സ് ഒക്കെ ശ്രദ്ധിക്കണേ. So if second as well as the fourth letter is a consonant, each one is to be coded as the code of the letter M. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെയാണല്ലോ, കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈച്ച് വൺ എന്ന് പറയുന്നത് ആ സെക്കൻഡ് ലെറ്ററും ആ ഫോർത്ത് ലെറ്ററും, നമ്മൾ ഈ സെക്കൻഡ് ലെറ്ററും ഫോർത്ത് ലെറ്ററും കോൺസണന്റ് ആണെങ്കിൽ സെക്കൻഡ് ലെറ്ററും ഫോർത്ത് ലെറ്ററും നമ്മൾ എന്താ കൊടുക്കേണ്ടത്? അതിന് കോഡ് ചെയ്യേണ്ടത് എന്താണ്? എമ്മിൻ്റെ കോഡാണ്. ഇസ് ടു ബി കോഡഡ് ആസ് ദ കോഡ് ഓഫ് ദ ലെറ്റർ എം. എമ്മിൻ്റെ കോഡാണ് ആ സെക്കൻഡ് ലെറ്ററിനും ഫോർത്ത് ലെറ്ററിനും കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുക, WR. ആറിന് എന്ത് കൊടുക്കണം? എമ്മിൻ്റെ കോഡാണ് കൊടുക്കേണ്ടത് 5. ഓക്കെ, അപ്പോൾ നോക്കുക, രണ്ടാമത്തെ സ്ഥാനമാണല്ലോ ആറിന് അല്ലേ, സെക്കൻഡ് പ്ലേസ് എന്താ? ഇവിടെ 5 കൊടുത്തിട്ടുണ്ട്, ഇവിടെ 5 കൊടുത്തിട്ടുണ്ട്, ഇതില്ല അല്ലേ, 4 ആണ് കൊടുത്തിരിക്കുന്നത്, ഇതുമില്ല, 2 ആണ്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കേണ്ടത് ഫോർത്ത് പ്ലേസ് ആണ്. 1 2 3 4. ടിയുടെ സ്ഥാനം 1 2 3 4. ദാ എഗെയിൻ അവിടെ എന്ത് ചെയ്യാണ്? ഈച്ച് വൺ ഇസ് ടു ബി കോഡഡ് ആസ് ദ കോഡ് ഓഫ് ദ ലെറ്റർ എം. അവിടെയും 5 തന്നെയാണ്. 1 2 3 4. ദാ എഗെയിൻ ഫോർത്ത് പ്ലേസിലും 5 തന്നെയാണ്. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം നമുക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യണം. പിന്നെ ബാക്കി എന്താ ചെയ്യേണ്ടത്? പറയാത്ത കാര്യങ്ങൾ, സെക്കൻഡിൻ്റെയും ഫോർത്തിൻ്റെയും കാര്യം മാത്രമല്ലേ പറഞ്ഞിട്ടുള്ളൂ, എങ്ങനെ കോഡ് കൊടുക്കണം എന്നുള്ളത്. ബാക്കി കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ പറയാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നേരെ പോയിട്ട് ടേബിളിൽ നോക്കിയിട്ട് എടുത്തെഴുതുക. മനസ്സിലായോ? സോ W. അപ്പോൾ ഡബ്ല്യുവിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ഫസ്റ്റിനെ കുറിച്ചൊന്നും. അപ്പോൾ ഡബ്ല്യൂയുടെ കോഡ് എന്താണ്? 1 ആണ്. ഇതാ ഡബ്ല്യൂയുടെ കോഡ് 1. അപ്പോൾ ഇത് പോയില്ലേ, കാരണം W9 അല്ല. അപ്പം ഈ ഓപ്ഷൻ പോയി. ഇനി ഇതോ നൺ ഓഫ് ദിസോ ആവാം. ഓക്കെ, നൺ ഓഫ് ദിസും ആവാൻ ചാൻസ് ഉണ്ടല്ലോ. ഇതുവരെ ശരി, ബാക്കി തെറ്റാണെങ്കിൽ അത് നൺ ഓഫ് ദിസ് അല്ലേ. സി, നമ്മൾ ഡബ്ല്യൂയുടെ നോക്കി, ആറിൻ്റെ നോക്കി, ഇനി സിയുടെ ആണ് നോക്കേണ്ടത്. സിയുടെ കോഡ് എന്താണ്? പെർസെൻറ്റേജ്. യെസ്, സിയുടെ കോഡ് പെർസെൻറ്റേജ്. ഇനി ടിയുടെ നമ്മൾ നോക്കി, ബിക്കോസ് അത് ഫോർത്ത് ലെറ്റർ ആണ്. പിന്നെ ബിയുടെ കോഡാണ് നോക്കേണ്ടത്. ബിയുടെ കോഡ് എന്താണ്? സ്റ്റാർ. ബിയുടെ കോഡ് സ്റ്റാർ. ഇതാ ഇവിടെ കിട്ടി. ദെൻ വി. വിയുടെ കോഡ് എന്താണ്? 9.
Okay, so option B is the correct answer. അപ്പോൾ എത്ര സിമ്പിൾ ആണ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. SZIETA. SZIETA. നമുക്ക് ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഇഫ് ദ ഫസ്റ്റ് ലെറ്റർ ഈസ് എ കോൺസണന്റ്, യെസ്, എസ് ആണ് അല്ലേ? എസ് എന്താണ്? കോൺസണന്റ് ആണ്. ഇഫ് ദ ഫസ്റ്റ് ലെറ്റർ ഈസ് എ കോൺസണന്റ് and the last letter is a vowel. First letter is a consonant and the last letter is a vowel. Their codes are to be interchanged. നമ്മൾ നേരത്തെ വന്ന സെയിം തന്നെ. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ എന്താണ്? എസിന് എന്തിൻ്റെ കോഡ് കൊടുക്കണം? എയുടെ കോഡ് കൊടുക്കണം. എക്ക് എസിൻ്റെ കോഡും കൊടുക്കണം. അപ്പോൾ എസിന് എന്തിൻ്റെ കോഡാണ്? എയുടെ കോഡാണ് കൊടുക്കേണ്ടത്. എയുടെ കോഡ് എത്ര? എന്താണ്? ദിസ് അറ്റ് ദ റേറ്റ് അല്ലേ? യാ, ഇവിടെയും അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാം, ഇത് ക്യാൻസൽ ചെയ്യാം അല്ലേ? അപ്പോൾ ഇവിടെ രണ്ട് മാത്രമേ ഉള്ളൂ അല്ലേ? ഇതാ ഇവിടെ ബിയും ഓപ്ഷൻ നമ്പർ ബിയും ഓപ്ഷൻ ഡിയിലും മാത്രമേ ഉള്ളൂ. പിന്നെ നൺ ഓഫ് ദിസ് ആണ് ചാൻസ് ഉള്ളത്. പിന്നെ എക്ക് ഏതാണ് കൊടുക്കേണ്ടത്? എസിൻ്റെ കോഡാണ് കൊടുക്കേണ്ടത്. എസിൻ്റെ കോഡ് എന്താണ്? 3 ആണ് അല്ലേ? എസിൻ്റെ കോഡ് 3 ആണ്. ഇതാ, പക്ഷെ ഇവിടെ എന്താ കൊടുത്തത്? എക്ക് എസിൻ്റെ കോഡാണോ കൊടുത്തത്? അല്ല, ഹാഷ് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എന്താണ്? യെസ്, ഇവിടെ എസിൻ്റെ കോഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹാഷും ശരിയായി, 3യും ശരിയായി. എസിന് എയുടെ കോഡും കിട്ടി, എക്ക് എസിൻ്റെ കോഡും കിട്ടി. ഇനി ബാക്കിയുള്ളതിന് നമ്മൾ എന്ത് ചെയ്യണം? നേരെ ടേബിളിൽ പോയിട്ട് എടുത്തെഴുതുക. അതായത് സെഡ്, ഇസെഡിൻ്റെ കോഡ് എന്താണ്? ഇതാ 6 ആണ്. ഇതാ കണ്ടോ? 6. നെക്സ്റ്റ് വൺ ഐൻ്റെ കോഡ് എന്താണ്? ഹാഷ് ആണ്. ഐൻ്റെ കോഡ് ഹാഷ്, കണ്ടോ? ഇവിടെ ഹാഷ് തന്നെയാണ്. ഇനി ഇയുടെ കോഡ് എന്താണ്? ഇയുടെ കോഡ് 7, കണ്ടോ? ഇവിടെ 7 ആണ്. ഇനി ടിയുടെ കോഡ് 2, ടിയുടെ കോഡ് 2, ഇവിടെ 2 തന്നെയാണ്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇസ് CXAERF. അപ്പോൾ നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് കണ്ടീഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. ഇഫ് ദ ഫസ്റ്റ് ലെറ്റർ ഇസ് എ കോൺസണന്റ്, ഇഫ് ദ ഫസ്റ്റ് ലെറ്റർ ഇസ് എ കോൺസണന്റ്, ഫസ്റ്റ് ലെറ്റർ ഏതാണ് ഇതിൽ? സി ആണ്. യെസ്, സി എന്ന് പറയുന്നത് കോൺസണന്റ് ആണ്. ആൻഡ് ദ ലാസ്റ്റ് ലെറ്റർ ഇസ് എ വവൽ. എഫ് വവൽ ആണോ? അല്ല. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ? ഇല്ല. ഇനി നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. ഇഫ് ദ സെക്കൻഡ് ആസ് വെൽ ആസ് ദ ഫോർത്ത് ലെറ്റർ ഇസ് എ കോൺസണന്റ്, ഇതിൽ സെക്കൻഡ് ലെറ്റർ ഏതാണ്? എക്സ് ആണ്. 3, 4. ഫോർത്ത് ലെറ്റർ ഏതാണ്? ഇ ആണ്. പക്ഷെ ഇ എന്താണ്? വവലാണ്. പക്ഷെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെക്കൻഡും ഫോർത്തും കോൺസണന്റ് ആണെങ്കിൽ അപ്പോൾ കണ്ടീഷൻ 2 സാറ്റിസ്ഫൈ ചെയ്യില്ല. ഇനി തേർഡ് കണ്ടീഷൻ. ഇഫ് ബോത്ത് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ലെറ്റേഴ്സ് ആർ വവൽസ്, ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും വവൽസ് ആണെങ്കിൽ, പക്ഷെ ആണോ? അല്ല, ഫസ്റ്റും ലാസ്റ്റും കോൺസണൻസ് ആണ്. സോ അപ്പോൾ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യില്ല. ഇതാ ഞാൻ പറയുന്നത്, ഒരു കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ, ഓക്കെ ശ്രദ്ധിക്കുക, ഒരു കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നേരെ പോയിട്ട് ടേബിളിൽ പോയിട്ട് എടുത്തെഴുതുക. അതിൻ്റെ കോഡ്സ് എന്താണോ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് അത് തന്നെ നമ്മൾ എടുത്തെഴുതുക. ലൈക്ക് സിയുടെ കോഡ് എന്താണ്? പെർസെൻറ്റേജ്. ഇതാ ഇവിടെ പെർസെൻറ്റേജ് ഉണ്ട്, ഇവിടെ പെർസെൻറ്റേജ് ഉണ്ട്. സിയുടെ സ്ഥാനത്ത് ഇവിടെ പെർസെൻറ്റേജ് ഉണ്ട്, ഇവിടെയും പെർസെൻറ്റേജ് ഉണ്ട്. നൺ ഓഫ് ദിസും ചാൻസ് ഉണ്ട്. അപ്പോഴേക്കും നമുക്ക് വേഗം എന്ത് ചെയ്യാം? എക്സ് നോക്കാം. എക്സിൻ്റെ കോഡ് എന്താണ്? ഡോളർ സിമ്പിൾ. ഇതാ ഡോളർ, ഇവിടെ ഡോളർ ഉണ്ട്, ഇവിടെ ഡോളർ ഉണ്ട്, ഇവിടെയും ഡോളർ ഉണ്ട്. ഇനി എയുടെ കോഡ് നോക്കാം. ഇതാണ് എയുടെ കോഡ്. ഇവിടെ ഇതുവരെ കറക്റ്റാണ് ഇവിടെ, പക്ഷെ ഇവിടെ എന്താണ്? 7 ആണ് കൊടുത്തത്. സോ ദിസ് ഇസ് റോങ്. ഇവിടെ എന്താണ്? 4 ആണ് കൊടുത്തത്. അപ്പോൾ ഇതും തെറ്റ്. ഇതെന്താണ്? ഇതാണോ ആ സിമ്പിൾ? അല്ല. ഈ സിമ്പിൾ ആണോ ഈ സിമ്പിൾ? അല്ല. അപ്പോൾ ഇത് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇതും നൺ ഓഫ് ദിസും ചാൻസസ് ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇപ്പോൾ ഏതാ നോക്കിയത്? എ ആണ്. ഇനി നെക്സ്റ്റ് ഇയുടെ കോഡ് എന്താണ്? 7. യെസ്, കറക്റ്റ്. ഇയുടെ കോഡ് 7. ഇതുവരെ ശരിയായിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വൺ ആറിൻ്റെ കോഡ് എന്താണ്? 4. യെസ്, ഇതുവരെ ശരിയായിട്ടുണ്ട്. ഇനി എഫിൻ്റെ കോഡ് ഏതാ? ഈ സിമ്പിൾ. ഇതാ ഇവിടെ കറക്റ്റായി. സോ ഓപ്ഷൻ എ ഇസ് ദ ആൻസർ. ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, EXWIRA. ഫസ്റ്റ് കണ്ടീഷൻ ചെക്ക് ചെയ്യാം. ഇഫ് ദ ഫസ്റ്റ് ലെറ്റർ ഇസ് എ കോൺസണന്റ്,
ആണോ? അപ്പോൾ നമ്മൾ എക്സാമിന് എന്താ ചെയ്യേണ്ടത്? ഫുൾ വായിക്കാൻ നിൽക്കണ്ട, പെട്ടെന്ന് ചെയ്യണ്ടേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇഫ് ദ ഫസ്റ്റ് ലെറ്റർ ഇസ് എ കോൺസണന്റ്, ഫസ്റ്റ് ലെറ്റർ കോൺസണന്റ് ആണോ? അല്ല, വേഗം എന്ത് ചെയ്യാം? സെക്കൻഡ് കണ്ടീഷൻ നോക്കാം. ഇഫ് സെക്കൻഡ് ആസ് വെൽ as the fourth letter is a consonant, സെക്കൻഡ് കോൺസണന്റ് ആണ് 3, 4, ഫോർത്ത് ലെറ്റർ വവൽ ആണ്. അപ്പോൾ ഇതും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ല, ഇതും സാറ്റിസ്ഫൈ ചെയ്യില്ല. പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാം? തേർഡ് കണ്ടീഷനിലോട്ട് പോവാം. ഇഫ് ബോത്ത് ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ലെറ്റേഴ്സ് ആർ വവൽസ്, ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ലെറ്റേഴ്സ് എന്തായിരിക്കണം? വവൽസ് ആയിരിക്കണം. കണ്ടോ? ഫസ്റ്റ് ലെറ്റർ and the last letter A, E, I, O, U are the vowels in English, അല്ലേ? അപ്പോൾ E എന്താണ്? vowel ആണ്. A എന്താണ്? vowel ആണ്. അപ്പം this condition 3 satisfies. So first letterും last letterും vowels ആണ്. then എന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ പിന്നെ ബാക്കി നമുക്ക് വായിച്ചാൽ മതി, അല്ലാതെ എല്ലാത്തിൻ്റെയും ബാക്കി വായിക്കാൻ നിൽക്കണ്ട. ഓക്കെ, then each one is to be coded as this symbol. Okay, so each one means ഓരോന്നും, അല്ലേ? അത് മീൻസ് അതിൽ രണ്ടെണ്ണം, ആ ഫസ്റ്റും ആ ലാസ്റ്റും, അതാണ് ഓരോന്നും എന്നാണ് ഈച്ച് വൺ, അല്ലേ? സോ ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും, ഓക്കെ, ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും വവൽസ് ആണെങ്കിൽ ഈച്ച് വൺ is to be coded as this symbol. Okay, okay, so ഫസ്റ്റ് ലെറ്റർ ഏതാണ്? ഇ, ലാസ്റ്റ് ലെറ്റർ ഏതാണ്? എ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സിമ്പിൾ വേണം നമ്മൾ ആ ഫസ്റ്റ് ലെറ്ററിൻ്റെ സ്ഥാനത്തും ലാസ്റ്റ് ലെറ്ററിൻ്റെ സ്ഥാനത്തും കൊടുക്കാൻ. ഇതിൽ അങ്ങനെയാണോ കൊടുത്തത്? അല്ല, ഇവിടെ 7 ആണ് കൊടുത്തത്, ഇവിടെ ഈ സിമ്പിളാണ്. അപ്പം ക്യാൻസൽ. ഇതാ ഇവിടെ കറക്റ്റാണ്, അല്ലേ? ഈ ഫസ്റ്റ് ലെറ്ററിൻ്റെ സ്ഥാനത്തും ലാസ്റ്റ് ലെറ്ററിൻ്റെ സ്ഥാനത്തും കറക്റ്റാണ് കൊടുത്തത്. ഇവിടെയോ? ഇവിടെ റോങ് ആണ്. ഇവിടെയോ? ഇതാ ഇവിടെയും കറക്റ്റാണ്. ഓക്കെ, ഇനി ഇതിന്ന് നമ്മൾ ഏതാണ് പെട്ടെന്ന് നമുക്ക് സെലക്ട് ചെയ്യണം, അല്ലേ? ഇതിലേതോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ, ഒരേപോലെയാണ് രണ്ടും കാണാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ അത് എന്ത് ചെയ്യണം? ബാക്കിയുള്ളത് ടേബിളിലുള്ളത് അങ്ങനെ എടുത്തെഴുതുക. എക്സ്, അല്ലേ? ഈ കഴിഞ്ഞാൽ എക്സ് ആണ്. എക്സിൻ്റെ സിമ്പിൾ എന്താണ്? ഡോളർ സൈൻ ആണ്. കണ്ടോ എക്സിൻ്റെ? അപ്പോൾ ഇവിടെ നോക്കുക, ഇതാ ഡോളർ ആണ്. ഇതുവരെ കറക്റ്റ് ആണ്. ഇതും അതുവരെ കറക്റ്റ് ആണ്. പിന്നെ ഏതാണ്? ഡബ്ല്യു ആണ്. ഡബ്ല്യൂയുടെ സിമ്പിൾ ഏതാണ്? 1. ഇതാ ഇതുവരെ കറക്റ്റ് ആണ്. ഇതും ഇതുവരെ കറക്റ്റ് ആണ്. ഓക്കെ, ഇനി എന്താണ്? ഐൻ്റെ സിമ്പിൾ എന്താണ്? ഈ ഹാഷ് ആണ്. അതാ കണ്ടോ? ഇവിടെ ഹാഷ് വരെ കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ എന്താണ്? 4 ആണ് കൊടുത്തത്. 4 കഴിഞ്ഞിട്ടാണ് ഹാഷ് കൊടുത്തത്, അല്ലേ? അപ്പം ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ബി ഈസ് ദ ആൻസർ. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളെയും ഇതേപോലെ വേറൊരു ടൈപ്പ് ഓഫ് കോഡിംഗ്, ഡീകോഡിങ്ങിൻ്റെ ക്ലാസ് ആയിട്ട് വരുന്നതായിരിക്കും. ബേസിക്സ് ആയിരിക്കും. ഓക്കെ, സോ ബൈ, താങ്ക് യു.